ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിന് തയ്ച്ച് കഴിയുമ്പോഴത്തെ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീറ്റായിട്ട് ടക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിന് നല്ല ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ടോപ്പെല്ലാം ഫുള്ള് അടിച്ച്, അതായത് ഫൈനൽ ഔട്ട്പുട്ടിലാണ് നമ്മളിത് തയ്ക്കാൻ പോകുന്നത്. അതായത് ഫുള്ള് സ്ലിറ്റ് എല്ലാം ചെയ്തെടുത്ത് കൂട്ടിയടിച്ച് നമ്മുടെ വണ്ണമെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് ഈ ഒരു രീതിയിൽ രണ്ടായിട്ട് മടക്കിയിടുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചിലർ ഫ്രണ്ട് സൈഡിൽ ചാടിക്കയറി മാർക്ക് ചെയ്തിട്ട് പിന്നെ ഓർക്കും നമ്മൾ ഫ്രണ്ട് മാറിപ്പോയി എന്നുള്ളതൊക്കെ. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ബോട്ടനൊക്കെ വെച്ച് തയ്ക്കാൻ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരുപോലെ നെക്കിന് വെക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കൃത്യം നിങ്ങൾ ബാക്കിൽ ആണെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ടക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ പൊക്കം അനുസരിച്ച് നമ്മുടെ ടക്കിൻ്റെ അളവിലും വ്യത്യാസം വരും. എത്ര അളവ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും മുകളിലും അതുപോലെ തന്നെ അടിഭാഗത്ത് 3.5 ഇഞ്ച് കൃത്യം മാർക്ക് ചെയ്യണം. ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ചിലർ 8 ഇഞ്ച് മാർക്ക് ചെയ്യും, ചിലർ 7.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യും. അത് പൊക്കം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മുകളിലും താഴെയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരളവാണ് 3.5 ഇഞ്ച് എന്നുള്ളത്. അത് കൃത്യം 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ടക്കിൻ്റെ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്മൾ ടക്കിന് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ നേർ പകുതി ഈ ഒരു രീതിയിൽ നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 9 ഇഞ്ചാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 4.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഇഞ്ച് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് എന്ന് പറയുമ്പം 0.5 വലത് സൈഡിലോട്ടും 1/2 ഇഞ്ച് വലത് സൈഡിലോട്ടും 1/2 ഇഞ്ച് ഇടത് സൈഡിലോട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, സെൻറ്ററിൽ മാർക്ക് ചെയ്ത ആ ഒരു അളവിലോട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം 4 സൈഡിൽ നമ്മൾ സ്കെയിൽ കൊണ്ട് വരച്ച് കൊടുക്കണം. നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം 2 സൈഡിലും അളവ് തെറ്റല്ല. അപ്പം അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം. നമ്മൾ തെറ്റിയാൽ തന്നെ അടിക്കുമ്പോഴത്തേക്ക് 2 സൈഡിലും ഒരേ അളവിൽ വരുന്ന രീതിയിൽ വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വരച്ചപ്പം ഒരു സൈഡിൽ നമുക്ക് കുറച്ച് വലിപ്പക്കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ വരരുതെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങാനും നിങ്ങൾ വലിപ്പം കൂടുതലായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, മറു സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ആ ഷാർപ്പ്നെസ് മുകളിലും അതുപോലെ തന്നെ അടിഭാഗത്തും ഷാർപ്പായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഷേപ്പിന് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. 2 സൈഡിലും ഒരേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് മാർക്കിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ടക്കിൻ്റെ അളവിൽ വ്യത്യാസം വരരുത്. അതായത് ഹൈറ്റിൽ, അതായത് ഇറക്കത്തിൽ നമ്മുടെ വ്യത്യാസം വരില്ല. 8 നമ്മൾ എടുത്തേക്കുന്നെങ്കിൽ 2 സൈഡിലും 8 എടുക്കത്തെങ്കിൽ മാത്രമാണ് നമുക്ക് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുണി, അതായത് സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് ആ ലൈനിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളത് കറക്റ്റ് ലെവലിന് പിടിക്കണം. ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല തുണിയിൽ ഒരുപോലെ തന്നെ പിടിക്കണം. ചില തുണികളൊക്കെ തെന്നിപ്പോകുന്ന തുണികളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് കൃത്യമായിട്ടും ലൈനിങ്ങിനോട് തന്നെ ചേർന്ന് നല്ല തുണി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടിച്ചെടുക്കാവുള്ളൂ. ജസ്റ്റ് മുകളിൽ ഒരു കെട്ട് കൊടുക്കണം. അത് ഒരുപാട് കെട്ട് കൊടുക്കല്, കാരണം ഒരുപാട് കെട്ട് കൂടിയിട്ടുണ്ട് ആ ടക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ അടിഭാഗത്തും വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നൂല് ഇതിൽ കാണാമല്ലോ, നൂല് കുറച്ച് ഒരു 2 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളയരുത്, കാരണം ആ ഒരു രീതിയിൽ നിന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ടക്ക് അഴിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ ടക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോട്ടൺ തുണികളൊക്കെ ആണെങ്കിലും ഇല്ലെങ്കിൽ ഏത് തുണി ആയിക്കോട്ടെ നമ്മൾ തേച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തേച്ചെടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം.